ഗുരുദേവ കഥകൾ വായിച്ച നിങ്ങൾക്ക് ആ കഥകളിലെ ഏതാനും ചില കാര്യങ്ങളെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം ജനനം മുതൽ മഹാസമാധി വരെ 5 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ 33 ചിത്രങ്ങളായി ചോറ്റാനിക്കരയിലെ സുധർമ്മ ഗിരിജൻ വരച്ചു കാണിച്ചിരിക്കുന്നു. അവധൂത കാലത്തെ അനുഭവം. ഒരു സന്ദർഭത്തിൽ ഗുരുദേവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു. പരദേശത്ത് സഞ്ചരിച്ചിരുന്ന കാലത്ത് ഒരു നാൾ രാത്രി 2 മണിയായപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. വിശപ്പ് സഹിക്കവയ്യാതായി. ഒരു വലിയ തിണ്ണയിൽ മാടുകൾക്ക് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന തൊട്ടികൾ കണ്ടു. അതിൽ കൈയിട്ട് തപ്പി കുറെ വറ്റുകൾ കിട്ടി. അത് വാരിയെടുത്ത് മുണ്ടിൽ വെച്ച് പിഴിഞ്ഞു തിന്നു. പശിയടക്കി. അതിന് നല്ല രുചി തോന്നി. അരുവിപ്പുറം പ്രതിഷ്ഠ. ശിവരാത്രി ദിവസം പ്രതിഷ്ഠ എന്നുള്ള അറിയിപ്പ് വെച്ചുകൊണ്ട് ജനങ്ങൾ വളരെ ഏറെ വന്നു തുടങ്ങി. പ്രതിഷ്ഠയ്ക്കുള്ള പീഠമാക്കുന്നതിന് സൗകര്യമുള്ള ഒരു ശില കണ്ടുവച്ചിരുന്നു. പിന്നെ ശിവലിംഗമാണ് വേണ്ടത്. പ്രതിഷ്ഠ തുടങ്ങുന്നതിന് ഏതാനും സമയം മുമ്പ് ഗുരുദേവൻ ഭക്തജനങ്ങൾ ചുറ്റും നിറഞ്ഞു നിൽക്കെ ശങ്കരൻ കുഴി എന്നുള്ള അഗാധ കയത്തിൽ ഇറങ്ങി മുങ്ങി. ജനങ്ങൾ പഞ്ചാക്ഷര മന്ത്രങ്ങളും മറ്റു ഭജനഗാനങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കുന്നു. വളരെ സമയം കഴിഞ്ഞിട്ടും അവിടുന്ന് പൊന്തി വരാത്ത അവസ്ഥയിൽ ജനങ്ങൾ അമ്പരിക്കുകയും പരിഭ്രാന്തരായി ചിലർ വാവിട്ട് കരയുകയും ചെയ്തു. അതാ അത്യന്തം തേജസ്വിയായ അവിടുന്ന് ഒരു കൈയിൽ ഒരു ശിലയേന്തി മറ്റു കൈകൊണ്ട് പാറയിൽ പിടിച്ചും നീന്തിയും കരയെത്തുന്നു. പ്രതിഷ്ഠയുടെ സംഭാരമായി ഉണ്ടായിരുന്നത് കുറെ പുഷ്പങ്ങളും വിളക്കുകളും നാദസ്വര വായനയും മാത്രമായിരുന്നു. ആ ശിലയും കയ്യിലെടുത്ത് ധ്യാനിച്ചുകൊണ്ട് രാത്രി 3 മണിവരെ ഒരേ നിലയിൽ നിന്നു. സ്വാമിയുടെ തേജോമയമായ മുഖത്ത് ആ സമയം അശ്രുധാരകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. കാണികൾ ഭക്തപരവശരായി പഞ്ചാക്ഷര മന്ത്രം ഉച്ചത്തിൽ ജപിച്ച് ഏക മനസ്സോടെ ചുറ്റും നിന്നു. 3 മണിക്ക് ശിലയെ സ്വാമി പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അഭിഷേകം ചെയ്തു. ഒരു ദിവസം രാത്രി സ്വാമികളും നാണിയാശാനും അരുവിപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. സമീപത്ത് വിറക് കൂട്ടിവെച്ച് തീ കത്തിച്ചുകൊണ്ടിരുന്നു. ആശാൻ അവിടെ കിടന്നുറങ്ങി. സ്വാമികൾ ഉറങ്ങാതെ എന്തോ ചിന്തയിൽ മുഴുകിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സ്വാമികൾ ഒരു വടി കഷ്ണമെടുത്ത് ആശാനെ കുത്തി ഉണർത്തി. ഉണർന്നു നോക്കിയപ്പോൾ ആശാൻ കണ്ടത് സ്വാമിക്ക് അഭിമുഖമായിരിക്കുന്ന ഒരു പുലിയെയും അതിന്റെ കുട്ടിയെയുമായിരുന്നു. ഭയപ്പെടേണ്ട, അവ നമ്മെ ഒന്നും ചെയ്യുകയില്ല എന്ന് സ്വാമികൾ പറഞ്ഞു. ആശാൻ കണ്ണ് മുറുകെ ചിമ്മിക്കിടന്നു.